ചോറ്റാനിക്കരയിൽ 16-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി അധ്യാപകർ. ഒരാഴ്ച കഴിഞ്ഞിട്ടും കുട്ടിയുടെ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് അധ്യാപകർ പറയുന്നത്. ഫോൺ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. മരിച്ച പെൺകുട്ടിയുടെ കൊറിയൻ സുഹൃത്തിന്റെ അക്കൗണ്ട് വ്യാജമെന്ന് സംശയമുണ്ടെന്നും അധ്യാപകർ പറയുന്നു. അക്കൗണ്ടിൽ ആകെയുള്ളത് 12 ഫോളോവേഴ്സ് മാത്രം. സ്കൂളിലെ മറ്റു കുട്ടികളും കൊറിയൻ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നും വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഇത് വലിയ ദുരൂഹമായ ഒരു സംഭവമായി മാറുന്നു അല്ലേ? പക്ഷെ കേൾക്കാമെങ്കിൽ ഈ കൊറിയൻ സുഹൃത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, മരിച്ചത് 16-കാരിയാണ്, അതായത് ഒരു സ്കൂൾ കുട്ടിയാണല്ലോ. അപ്പോൾ വലിയ ദുരൂഹതയാണുള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ കുട്ടിയുടെ സ്കൂളിലെ അധ്യാപകരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ കുട്ടി ഒരു കൊറിയൻ സൈറ്റ് ഫോളോ ചെയ്തിരുന്നു. തൻ്റെ മരണത്തിന് കാരണം താൻ ഫോളോ ചെയ്തിരുന്ന ഒരു കൊറിയൻ ഗായകൻ്റെ മരണമാണ്. അതുകൊണ്ട് താനും മരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കുട്ടി പാറമടയിൽ ചാടി മരിച്ചത്. കഴിഞ്ഞ 27-നാണ് ഈ 16-കാരിയെ മരിച്ച നിലയിൽ കണ്ടത്. പിന്നീട് ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് അടക്കം കണ്ടെടുത്തിരുന്നു. ഈ 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഈ കൊറിയൻ സുഹൃത്തിൻ്റെ മരണത്തിൽ മനനൊന്താണ് താനും മരിക്കുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ അധ്യാപകർ പറയുന്നത് ഈ കൊറിയൻ സൈറ്റ്, അതായത് ഈ കുട്ടി പിന്തുടർന്നിരുന്ന കൊറിയൻ സൈറ്റിൽ 12 പേർ മാത്രമാണ് ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ അക്കൗണ്ട് ആണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് അധ്യാപകർ പറയുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പോലീസിനോട് നമ്മൾ സംസാരിച്ചു. ആ സമയത്ത് പോലീസ് പറയുന്നത് കൊറിയൻ സുഹൃത്തിൻ്റെ മരണകാരണമാണ് എന്നത് മാത്രമാണ്. അല്ലാതെ ഈ കൊറിയൻ സൈറ്റുകളെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും അധ്യാപകരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കുട്ടിയുടെ ഫോൺ, ഈ കുട്ടി മരിച്ചത് കഴിഞ്ഞ 27-നാണ്. പക്ഷേ ഇതുവരെ ഫോൺ തുറന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല. ഈ കുട്ടിയുടെ ഫോൺ ലോക്ക്ഡാണ്. ഈ ലോക്ക് തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ ഈ കുട്ടി ഏത് സൈറ്റാണ് ഫോളോ ചെയ്തത്, എന്താണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. പോലീസ് അതിനൊന്നും മെനക്കെട്ടിട്ടില്ല. ഈ കുട്ടിയുടെ അധ്യാപകരെയും ഒപ്പം തന്നെ വീട്ടുകാരെയും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു എന്നതൊഴിച്ചാൽ ഈ 16-കാരിയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്താണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് അധ്യാപകർ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതൽ കുട്ടികൾ, ഈ സ്കൂളിലെ തന്നെ കൂടുതൽ കുട്ടികൾ ഇത്തരത്തിൽ, അപ്പോൾ ഈ കുട്ടി പിന്തുടർന്ന കൊറിയൻ സൈറ്റല്ല മറ്റു പല കൊറിയൻ സൈറ്റുകളും ഫോളോ ചെയ്യുന്നതായി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ കുട്ടികൾ, ടീനേജുകാർ അടക്കമുള്ള കുട്ടികൾ ഇത്തരം കൊറിയൻ സൈറ്റുകൾ ഫോളോ ചെയ്യുന്നതിൽ നിന്നും ഈ കുട്ടികളെ പിന്തിരിപ്പിക്കാനായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ ഈ കുട്ടികൾക്ക് നൽകണമെന്നുള്ള ഒരു ആവശ്യം അടക്കം അധ്യാപകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ 16-കാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണവും ചോറ്റാനിക്കര പോലീസ് നടത്തുന്നില്ല. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നില്ല. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ പ്രധാനമായിട്ടുള്ള കാര്യം, ഈ കുട്ടിയുടെ ഫോൺ ഓപ്പൺ ചെയ്ത്, ലോക്ക്ഡായിട്ടുള്ള ഫോൺ ഓപ്പൺ ചെയ്ത് പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നൊരു ആരോപണമാണ് സ്കൂളിലെ അധ്യാപകർ. ആ ഒരു ആരോപണവുമായാണ് സ്കൂളിലെ അധ്യാപകർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് പോലീസിന്റെ നിഷ്ക്രിയത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? പോലീസ് പറയുന്നത് ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൊറിയൻ സൈറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. തൻ്റെ ഒരു കൊറിയൻ സുഹൃത്ത് മരിച്ചതാണ് തനിക്കും അത്തരത്തിലുള്ളൊരു വലിയ മനോവിഷമം ഉണ്ടാക്കിയതും താൻ അതുകൊണ്ട് മരിക്കുകയുമാണ് എന്നാണ് ഈ കുട്ടി ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന 3 പേജിലെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. മാത്രമല്ല, പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഒന്നും നടത്തുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടി മരിച്ചിട്ട് ഒരാഴ്ച കഴിയുന്നു. ആദ്യം തന്നെ ഈ കുട്ടിയുടെ വീട്ടുകാർക്കും ഒപ്പം തന്നെ അധ്യാപകർക്കും പരാതി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ യാതൊരു അന്വേഷണവും ചോറ്റാനിക്കര പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളെയും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഒക്കെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് മൊഴിയെടുത്ത് എന്നതൊഴിച്ചാൽ മറ്റു രീതിയിലൊന്നും തന്നെ അന്വേഷണം പോയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊറിയൻ സൈറ്റുകളിലേക്ക് കൂടുതൽ കുട്ടികൾ, അതായത് ടീനേജുകാരടക്കമുള്ള ആളുകൾ കൂടുതൽ ആകൃഷ്ടരായി പോകുന്നതും ഈ കൊറിയൻ വേഷങ്ങൾ ഉൾപ്പെടെ അവർ ഫോളോ ചെയ്യുന്നതുമൊക്കെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും കുട്ടികൾ, അതായത് ഈ ടീനേജുകാരടക്കമുള്ള കുട്ടികൾ ഇത്തരത്തിൽ കൊറിയൻ സൈറ്റുകളൊക്കെ ഫോളോ ചെയ്താൽ അവർക്ക് കൗൺസിലിംഗ് ഒക്കെ നൽകി അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആവശ്യമാണ് ഈ കുട്ടി പഠിച്ച സ്കൂളിലെ അധ്യാപകർ മുന്നോട്ട് വയ്ക്കുന്നത്.
എന്തായാലും ഇത് എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം. മാത്രമല്ല ഈ അധ്യാപകർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് കൊറിയൻ സൈറ്റ് തന്നെയാണോ അല്ലെങ്കിൽ ആരെങ്കിലും നാട്ടിലുള്ള ആരെങ്കിലും തന്നെ ഈ കുട്ടിയെ കബളിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ അധ്യാപകർക്ക് സംശയമുണ്ട്. കുട്ടിക്കൊരു വാച്ച് സമ്മാനമായി കിട്ടിയിരുന്നു. വളരെ വില കുറഞ്ഞ ഒരു വാച്ച്, നാട്ടിൽ ലഭിക്കുന്ന ഒരു വാച്ചാണ് ഈ കുട്ടിക്ക് കൊറിയൻ സുഹൃത്ത് എന്ന ഒരു വ്യാജന അയച്ചു കൊടുത്തത്. ഇക്കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പരിശോധിക്കുന്നില്ല എന്നൊരു ആരോപണം അധ്യാപകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരി, നിഷാദ് ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ചോറ്റാനിക്കരയിൽ 16-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി അധ്യാപകർ രംഗത്തെത്തുകയാണ്. ഒരാഴ്ചയായിട്ടും കുട്ടിയുടെ ഫോൺ പരിശോധിക്കുന്നില്ല എന്നാണ് ആരോപണം. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷാദ് ദിലീപ്.